നമുക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടി കഴിഞ്ഞതാണ്. അതിന് കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ തുടർച്ചയായ ഭരണമാണ്. അതിന് സഹായകരമായ രൂപത്തിൽ നിലപാട് സ്വീകരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ പഞ്ചായത്ത് ഭരണത്തിന്റെ തുടർച്ചയാണ് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഭരണത്തിന് തുടർച്ച ഉണ്ടാകുമ്പോഴാണ് പുതിയ പുതിയ നേട്ടങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുക. പുതിയ നേട്ടങ്ങൾ കൊണ്ടുവന്ന് പൂർത്തീകരിക്കാനും അതിന്റെ തുടർച്ച അത്യാവശ്യമാണ് എന്ന ചിന്തയും അതുപോലെ തന്നെ ബോധ്യവും നമുക്കുണ്ടാവണം. അംഗനവാടിക്കാരൊക്കെ മുഖത്ത് നോക്കിയാലൊരു സന്തോഷം അംഗനവാടിയിലെ ഹെൽപ്പർമാരും ടീച്ചർമാർക്കൊക്കെ അവർ കൂടി ഉറക്കത്തിൽ പ്രതീക്ഷിക്കില്ല. അപ്പൊ 1000 കൂടി അപ്പൊ ചിലവരുണ്ടാവും പാട്ടോ എന്താ 1000 കൊണ്ട് ഒരു ഗുണം. അത് പലരുടെ കുറെ ആളുകളുണ്ട്. അമ്മയെ വെച്ചാലും രണ്ടായിപ്രായം പറഞ്ഞവരുണ്ട്. 1000 കൂടിയുള്ളൂ അതുകൊണ്ട് 10 ഗുണം. നേരം പറഞ്ഞ എല്ലാം രണ്ടാം കിട്ടിയില്ല അന്വേഷിക്കാൻ വാങ്ങുമ്പോ തോന്നാം ഒരു പൈസ കൊടുത്തായിട്ടാണ്. പൈസ കൊടുക്കുന്നവരല്ലേ അന്വേഷിക്കാൻ വരിക. അപ്പൊ 1000 കോടി തന്നെ എല്ലാവരും സന്തോഷപ്രകടനത്തിലാണ്. അപ്പൊ ചിലവർ ചോദിക്കുക എന്താ 1000 കോടി കാര്യം എന്നാണ്. അങ്ങനെ കാര്യമില്ലാത്തവരത് വാങ്ങണ്ട, കാര്യമുള്ളവരതൊക്കെ വാങ്ങുക. അംഗനവാടിക്കാർക്ക് മാത്രമല്ല, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നവർക്കുണ്ട്, ആശാ വർക്കർമാർക്കുണ്ട്, സ്കീം വർക്കേഴ്സിനുണ്ട്, മറ്റാളുകൾക്കുണ്ട്. നേരത്തെ മക്കൾക്ക് വളരെ സൗകര്യപ്രദമായ രൂപത്തിൽ പാടാനും കളിക്കാനും ചിരിക്കാനും കിടന്നും അറിയാനും കുത്തിമറിയാനും ഒക്കെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന്റെ എല്ലാ സർവ്വതോമുമായ വളർച്ചയ്ക്ക് സഹായകരമായ രൂപത്തിൽ സർവേ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഈ സർവേ റിപ്പോർട്ട് തയ്യാറാക്കാൻ കൂടി ഒന്ന് ഒഴിഞ്ഞിരുന്ന് ശ്വാസം വിട്ട് ഒന്ന് കാലം നിർത്തിയിരുന്ന് കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു സൗകര്യം ഇതിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ സൗകര്യം നന്നായി പ്രയോജനപ്പെടുത്തി നാടിന്റെ വികസനത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ, കുട്ടികളുടെ സംരക്ഷണത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്, അന്ന് ഗംഭീര മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. ആ മഴത്ത് വന്നിട്ടാണ് നമ്മൾ ഇതിന് തറക്കല്ലിട്ടുക. മഴയും നമുക്ക് ആവശ്യമാണ്, വെയിലും നമുക്ക് ആവശ്യമാണ്. അത് നമ്മുടെ കാലാവസ്ഥയുടെ പ്രത്യേകതയാണെന്ന് അർത്ഥം. ആ നിലയിൽ ഞാൻ ഓർക്കാണ്, ഗംഭീര മഴയാണെങ്കിലും നല്ല ജനം അന്നുണ്ടായിരുന്നു. ഇന്ന് നല്ല വെയിലാണ്, നല്ല ജനമുണ്ട്. അതുകൊണ്ട് ഈ അംഗനവാടിയെ നിങ്ങൾ നോക്കി സംരക്ഷിക്കണം. നിങ്ങളുടെ സ്ഥാപനമാണ്, നമ്മുടെ സ്ഥാപനമാണ്. അതിനൊരു പോർവ് മേൽക്കാത്ത രൂപത്തിൽ അതിൻ്റെ മുകളിൽ ഒരു പുള്ളിവള്ളി വ്യത്യാസങ്ങൾ വരാതെ അതിൻ്റെ എന്താ പറയുക വൃത്തിയും അതുപോലെ തന്നെ അതിൻ്റെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ കൂടിയുള്ള ജാഗ്രത അംഗനവാടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമല്ല പരിസരവാസികളായ അമ്മമാർക്കും സഹോദരിമാർക്കും കൂടി ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അംഗനവാടി നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.